സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിക്കുന്നു. 16-ാം തീയതി മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം നടത്താനാണ് KGMCTAയുടെ തീരുമാനം. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിക്കും. മേഘന മുരളി തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങളുമായി. മേഘന, ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അവരുടെ സമരം കടുപ്പിക്കുന്നത്? എന്താണ് അവരുടെ തീരുമാനം? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? KGMCTA കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 7.5 മാസക്കാലമായി സമരത്തിലാണ്. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പുതിയ തസ്തികകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക നൽകുക, അതുപോലെ തന്നെ എൻട്രി കേഡറിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയാണ്. അതിൽ നേരത്തെ തന്നെ ഒരു ചർച്ച നടത്തുകയും ആ ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പിന്നീട് കരിദിനം ആചരിക്കുന്നത് മുതൽ ഇങ്ങോട്ട് OP ബഹിഷ്കരണവും അതുപോലെ തന്നെ അനിശ്ചിതകാല രാപ്പകൽ സമരവും അടക്കം നടത്തി. പിന്നീട് ഉന്നതതല ചർച്ചയിലാണ് ഒരു ഉറപ്പിന്മേൽ, അതായത് ഈ വാഗ്ദാനങ്ങളൊക്കെ നൽകാമെന്ന ഉറപ്പിന്മേൽ കഴിഞ്ഞ ദിവസം സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ എൻട്രി കേഡറിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറത്തു വന്നത്. പക്ഷേ ഇപ്പോഴും 2016 മുതലുള്ള ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിലാണ് ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളടക്കം പറയുന്നത് അതൊരു നീതി നിഷേധമാണ്, അതുപോലെ തന്നെ ഈ 2016 മുതലുള്ള കുടിശ്ശിക അവർക്ക് ലഭിക്കേണ്ടതാണ്, അത് അവരുടെ അവകാശമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും സമരം ശക്തമാക്കാൻ KGMCTA തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ഫെബ്രുവരി 16 മുതലാണ് അനിശ്ചിതകാല OP ബഹിഷ്കരണം നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 16 മുതൽ അനിശ്ചിതകാല അക്കാദമിക് ബഹിഷ്കരണം, അധ്യാപനം മുടക്കിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കൂടി പോകും. പിന്നീട് ഫെബ്രുവരി 19 അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കൂടി മുടക്കുമെന്നുള്ളതാണ് KGMCTA പറയുന്നത്. ഇനിയൊരു പരിഹാരം വേണം, അത് 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക വേണമെന്നുള്ളതാണ് ആവശ്യം. അല്ലെങ്കിൽ സമരം അത് OP ബഹിഷ്കരിച്ചുകൊണ്ട് അടക്കമുള്ള സമരത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. അത് ഈ മെഡിക്കൽ കോളേജുകളിലടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.